നാലാം നാളിലും മധ്യപൂർവേഷ്യ സംഘർഷഭരിതമായി തുടരുകയാണ്. ഇറാനിൽ ഇസ്രയേലിന്റെ വൻ ആക്രമണം നടക്കുന്നു. പ്രസിഡൻഷ്യൽ ഓഫീസിലും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഓഫീസിന് സമീപത്തും IDF-ന്റെ ആക്രമണം നടന്നു. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 787 പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ 153 നഗരങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് കണക്ക്. US സേനയെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തി തുടരുകയാണ്. ദോഹയിലെ ഹമദ് വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയെന്ന് ഖത്തർ അറിയിച്ചു. ബഹ്റൈനിലെ മനാമയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്ന് വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി വിവിധ പ്രതിനിധികൾ വിവിധങ്ങളിൽ ചേരുകയാണ്. ആദ്യം സരുണെ ജോസിലേക്ക്. സരുൺ, ഇറാനിലെ നിലവിലെ സാഹചര്യം, ഒപ്പം തന്നെ നിലവിൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ അത് ലോകക്രമത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്താണ് നിലവിലെ മധ്യപൂർവേഷ്യയിലെ സ്ഥിതി? ഏറ്റവും ഒടുവിൽ ഖത്തറിന്റെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടു. ഒരു തിരിച്ചടിക്ക് ഖത്തർ ഒരുങ്ങുന്നു എന്ന സൂചനകൾ അവരുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ നൽകുകയാണല്ലോ. എന്താണ് സാഹചര്യം? പ്രജിൻ, ഇന്ന് കുറെ കൂടി കടുപ്പിക്കുകയാണ് ഇറാനെതിരെയുള്ള സൈനിക നടപടി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും 100-ലേറെ സൈനിക വിമാനങ്ങളാണ് ഇന്നും ഇറാന്റെ ആകാശത്തിന് മുകളിൽ പറന്നത്. ഇറാനിലെ നഗരങ്ങളും അതുപോലെ തന്നെ ഭരണ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ഇന്നത്തെ ആക്രമണം. ഇന്ന് അല്പസമയം മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതനുസരിച്ച് പ്രസിഡൻഷ്യൽ ഓഫീസിലും അതുപോലെ തന്നെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി. അതുപോലെ തന്നെ IRGCയുടെ കേന്ദ്രത്തിലും ആക്രമണം നടത്തി. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അതുപോലെ തന്നെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാരിജാൻ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നത്തെ ഇസ്രായേലിന്റെ ആക്രമണമെന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഇവരുടെ ടെഹ്റാനിലുള്ള പാസ്ചർ സ്ട്രീറ്റിലെ ഓഫീസുകളിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇതിൽ ആളുകൾ കൊല്ലപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ IRGCയുടെ കേന്ദ്രത്തിൽ അത് ഈ അടുത്ത് ചുമതലയേറ്റ അവരുടെ അഹമ്മദ് വാഹിദി എന്ന ചീഫ് കമാൻഡറിന്റെ ലക്ഷ്യമിട്ടും അതുപോലെ തന്നെ 10-ലേറെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുമായിരുന്നു IRGCയുടെ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയത്. ഇതിനു പുറമെ പാകിസ്ഥാനുമായി അതിര് പങ്കിടുന്ന ഇറാനിലെ സഹദേൻ എയർ ബേസിൽ അവിടെ ഇറാന്റെ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ്. ഇവിടെയും വലിയ രീതിയിൽ ആക്രമണം നടന്നു. അതുപോലെ തന്നെ കെർമാൻ ഷാ പ്രവിശ്യ, അവിടെ ചോക്കോ ബാൾക്ക എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഇറാന്റെ ഡ്രോൺ സംഭരണ കേന്ദ്രമാണ്. ഇവിടെയും വലിയ രീതിയിൽ ആക്രമണം നടന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് നദാൻസിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ ആക്രമണം നടന്നെന്ന് ഇറാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇക്കാര്യം ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. ഇവിടെ ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ കവാടങ്ങൾ തകർന്നു. പക്ഷേ ആണവ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കുന്നത്. ഇറാൻ യുദ്ധക്കളമായെങ്കിൽ തൊട്ടപ്പുറം അതുപോലെ തന്നെ ലെബനനും മറ്റൊരു യുദ്ധക്കളമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബെയ്റൂട്ടിൽ നിന്നും, ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും 30,000-ലേറെ പേരാണ് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്കു ഭാഗത്തേക്കാണ് ഇവർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഇന്ന് ആക്രമണം ശക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ലെബനോണിന്റെ തെക്കൻ ഭാഗത്ത്, ഇവിടെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ലെബനോണിന്റെ തെക്കൻ ഭാഗങ്ങളിൽ. ഇവിടെ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇന്നലെയാണ് ഹിസ്ബുള്ളയെ ബാൻ ചെയ്തുള്ള ലെബനോന്റെ അറിയിപ്പ് ഇന്നലെ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ലെബനോനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനോണിൽ നിന്നും ലെബനീസ് സൈന്യം അവിടെ നിന്നും പിന്മാറുകയാണ്. ഇവിടെ ഹിസ്ബുള്ള പ്രവർത്തകരെ, ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെയും നയീം കാസിം അടക്കമുള്ള അവരുടെ തലവനെയും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ബെയ്റൂട്ടിൽ ഇന്നലെ രാത്രി അടക്കം കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ തെരുവുകളിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചത്. അവർ ഇന്ന് പലായനം ചെയ്യുകയാണ്. 50-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂട്ടപ്പലായനം നടക്കുന്നത്. അങ്ങനെ ഇറാന് പുറമെ ലെബനോണും ഒരു യുദ്ധക്കളമായി മാറുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രജിൻ, സരുൺ, അതോടൊപ്പം തന്നെ ഇറാന്റെ ഏറ്റവും ഔട്ട്സ്കേർട്സിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും അതിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് എന്നത് വ്യക്തമാവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നതാൻസ് ആണവ കേന്ദ്രമാണ്. ഇന്നലെ
ഇറാനിലെ തന്നെ ഒരു നയതന്ത്ര പ്രതിനിധി, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവോർജ്ജ ഏജൻസിയിലെ ഇറാന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു, മിനിഞ്ഞാന്ന് അവിടെ ഒരു ആക്രമണം ഉണ്ടായി, നതാൻസിനെ ഹിറ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ ഇന്നലെ ആണവോർജ്ജ ഏജൻസി മേധാവി പറയുന്നത് അത്തരത്തിലൊരു ആക്രമണം നടന്നില്ല എന്നായിരുന്നു. പക്ഷേ ഇന്നത് തിരുത്തി അവിടെ നതാൻസിൽ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്നാണോ കരുതേണ്ടത്? രൂക്ഷമായ ആക്രമണം ഇറാന്റെ പലയിടങ്ങളിൽ നടക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പ്രജിൻ, ഇപ്പോൾ പടിഞ്ഞാറൻ ഇറാൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാന്റെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് അമേരിക്കയുമാണ് രൂക്ഷമായ ആക്രമണം നടത്തുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നതാൻസിൽ ആക്രമണം നടന്നെന്ന് ഇന്നലെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ ഇറാന്റെ പ്രതിനിധി റേസ നജാഫ് വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഇന്നലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അവരുടെ പ്രതികരണം. കാരണം ആണവോർജ്ജ കമ്മീഷന്റെ പ്രതിനിധികൾക്ക് ഇറാനിലെ ചുമതലപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നായിരുന്നു അവരുടെ വിശദീകരണം. പക്ഷേ ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ നതാൻസ് ആണവ കേന്ദ്രത്തിലെ കവാടങ്ങൾ തകർന്നുവെന്ന്. ഇത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു. ഈ കവാടങ്ങൾ തകർന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാന്റെ 500-ലേറെ പ്രദേശങ്ങളിൽ ഇതിനകം ആക്രമണം നടന്നു കഴിഞ്ഞു. 1000-ലേറെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണമെന്നാണ് റെഡ് ക്രസന്റ് വ്യക്തമാക്കുന്നത്. 787 പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ ഇനിയും അപ്പുറമായിരിക്കും. കാരണം ആശുപത്രികൾ ഇന്നലത്തെ കണക്കനുസരിച്ച് 11 ആശുപത്രികൾ പൂർണ്ണമായും തകർന്നെന്ന റിപ്പോർട്ടുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആക്രമണവും അതുപോലെ തന്നെ നാശനഷ്ടവും ഉണ്ടായെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കണക്കുകൾക്കപ്പുറം ഈ സംഘർഷ സാഹചര്യം നീങ്ങിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഈ കേട്ടതിനും അതുപോലെ തന്നെ കണ്ടതിനും അപ്പുറത്തായിരിക്കും എന്നുള്ള സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണ്. സരുണ ജോസാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.